സാർ സിനിമയിൽ വന്നതിന് ശേഷമാണോ ഈ പാരഡി എഴുതി തുടങ്ങിയതല്ല? ഞാൻ എൻ്റെ ഉപജീവനമാർഗ്ഗം പാരഡിയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പോഴും തന്നെ എഴുതുമായിരുന്നു. പഠിച്ചതൊക്കെ എവിടെയാണ് സാർ? പഠിച്ചത് ഞാൻ ഒത്തിരി സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. എന്നെ ഒരു നേരെ സത്യമാണെന്ന് എന്നാന്നറിയാം, എൻ്റെ കയ്യിൽ പോലെയായിരുന്നു. സ്കൂളിലാണോ അതോ സ്കൂളിൽ പഠിച്ച കാര്യമാണോ? സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച കാര്യം. പിന്നെ അപ്പോഴും എനിക്കെന്നു വെച്ചാൽ മലയാളത്തിനോട് വലിയ താല്പര്യം. മലയാള പദ്യങ്ങളൊക്കെ ഈ ഭയങ്കര കടിച്ചാപ്പൊട്ട് പോലത്തെ പദ്യങ്ങളൊക്കെ ഞാൻ കടുപ്പെടുന്നങ്ങ് പറഞ്ഞു. അപ്പോൾ എന്നെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പണ്ട് പോലെ എനിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഷയല്ലേ, നമ്മുടെ നാടിൻ്റെ ഭാഷയല്ലേ മലയാളം. അതിനെ മറക്കാൻ പറ്റുമോ? മലയാള ഭാഷ മറക്കുന്നത് അച്ഛനെ അമ്മയെ മറക്കുന്ന കൂട്ടല്ലേ. ഞാൻ തല്ലിക്കൊന്നാൻ മറക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്. അല്ല, സിനിമയിൽ വന്നപ്പോൾ ഈ ഒരുപാട് ലിറിസിസ്റ്റിനെയും സംഗീത സംവിധായകരെയും ഒക്കെ നേരിട്ട് കാണുന്നുണ്ടല്ലോ സാർ. അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തിനാ ഇങ്ങനെ ഈ പാട്ടുകളെ പാരഡി രൂപത്തിൽ പാടുന്നത് എന്ന് വിമർശിച്ചിട്ടുണ്ടോ? എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ രാധാകൃഷ്ണേട്ടൻ, ബിച്ചുവേട്ടൻ അവരൊക്കെ വന്നിട്ട് എന്നെ ഒത്തിരി അനുമോദിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല, ഈ പാരഡി അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ ഇത് ദേശാടനം എന്ന് പറഞ്ഞ സിനിമയ്ക്കില്ലേ ഇല്ലേ, അതിനകത്ത് നല്ലൊരു പാട്ടുണ്ട്, ഹൃദയഹാരിയായൊരു പാട്ടുണ്ട്, കളി വീടുറങ്ങിയല്ലോ. നല്ല പാട്ടാണ്. അതിനെ നശിപ്പിക്കാൻ അവസരം കിട്ടി. ഒരു നിസ്സാര സംഭവമാണ്. കാരണം ഭർത്താക്കന്മാർ മദ്യപിച്ചിട്ട് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് മദ്യപിച്ചിട്ട് വീട്ടിൽ വരും. എസ്പെഷ്യലി ഈ താഴേക്കട ജോലിയുള്ള ഭർത്താക്കന്മാർ വന്നു കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് പൂരപ്പാട്ടും അടുത്തുള്ള വീട്ടുകാർക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ മക്കളൊക്കെയാണെങ്കിൽ അച്ഛൻ വരുന്ന സമയത്ത് തെന്നിത്തെറിച്ചായിരിക്കും വരുന്നത്. ഈ ബുക്കൊക്കെ മടക്കി വെച്ച് മക്കൾ കയറി കിടക്കും. അപ്പോഴും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഈ മദ്യപാനിയായ ഭർത്താവിനെ നോക്കി ഭാര്യ വാദപ്പടിയിൽ ഇതിങ്ങനെ നോക്കിയൊരിപ്പാ. അയൽക്കാരുറങ്ങിയല്ലോ, അതിയാനുമെത്തിയല്ലോ, പുലരും വരെ ഇനിയും മേളവും പൂരപ്പാട്ടും. എതിർക്കുന്ന പ്രിയ ഭാര്യകളെ, കരയുന്ന സ്ത്രീകളെ, എതിർക്കുന്ന പ്രിയ ഭാര്യകളെ, കരയുന്ന സ്ത്രീകളെ, അറിയില്ല നിങ്ങൾക്കിനിയും അതിയാന്റെ ആത്മസ്നേഹം. അയൽക്കാരുറങ്ങിയല്ലോ, അതിയാനും എത്തിയല്ലോ. അയൽക്കാരു നോക്കിയാലേ കുഴപ്പമുള്ളൂ, ചേട്ടൻ ആഴ്ചയിൽ 5 നാളെ തൊഴിക്കാറുള്ളൂ. അയൽക്കാരു നോക്കിയാലേ കുഴപ്പമുള്ളൂ, ചേട്ടൻ ആഴ്ചയിൽ 5 നാളെ തൊഴിക്കാറുള്ളൂ. കള്ളേറെ മോന്തിയാലേ കുഴപ്പമുള്ളൂ, ചേട്ടൻ കൈവിരൽ ചുരുട്ടി വെച്ചേ ഇടിക്കാറുള്ളൂ, എന്നെ ഇടിക്കാറുള്ളൂ. അയൽക്കാരുറങ്ങിയല്ലോ, അതിയാനും എത്തിയല്ലോ. വാക്കുകളൊക്കെ വേറെ ആണെങ്കിലും സാർ എത്ര നന്നായിട്ടാണ് പാടുന്നത്. സിനിമയിൽ പാടാൻ അങ്ങനെ ഒരു ആരെങ്കിലും അവസരം തന്നിട്ടുണ്ടോ? സിനിമയിൽ പാടിയിട്ടുണ്ട്. ഉണ്ട്. സിനിമയ്ക്കകത്ത് പാട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏത് സിനിമയ്ക്ക് വേണ്ടി? അത് പിടികെട്ടാപ്പള്ളി എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക്. പിന്നെ പോയിട്ട് അരോമണി സാറിൻ്റെ ഒരു പടത്തിൽ ഞാൻ തന്നെ പാട്ടെഴുതി സംഗീതമൊക്കെ. പിന്നെ ഞാൻ കൂടാണ്ട് പിന്നെ എടപ്പഴിഞ്ഞ് വേലപ്പൻ സാറെന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ, മേനകയുടെ ഹസ്ബൻഡ് സുരേഷൊക്കെ പറഞ്ഞു, സനിലുമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ 3 പാട്ട് ഞാൻ സംഗീതം സംവിധാനം ചെയ്ത്. പക്ഷേ പടം ഓടിയില്ല. പാട്ടൊന്ന് പാടാമോ സാർ? ഏതെങ്കിലും ഓർമ്മയുണ്ട്? അത് ഒരു കാബറെ പാട്ട്. ശരി. അപ്പോൾ എനിക്ക് ഈ മ്യൂസിക്കിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഒരു മന്ത്രിയാണ് പാട്ട് എഴുതിയത്. സുരലോകം നിറയുന്നു, മധുചഷകം നുരയുന്നു,
കണ്ണിൽ ചുണ്ടിൽ ദാഹം പടരുന്നു, കാമുകമിഴികൾ അഗ്നിനാഗങ്ങളാകുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേട്ടാ ഇതൊന്ന് സംഗീതം ചെയ്യണമെന്ന്. ഞാൻ ചെയ്യും, ഒരു തീപ്പെട്ടി മേടിച്ചിട്ടുണ്ട്, തീപ്പെട്ടിയും ടേപ്പർ കാർഡ്, തീപ്പെട്ടിയിൽ അടിച്ച് ഞാൻ പാടി